യാക്കോബിന്റെ ലേഖനം 4:8 ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. എത്ര വലിയൊരു അഷുറൻസ് ആണ് കർത്താവ് നമ്മൾക്ക് തരുന്നത്. നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വരുമെന്നുള്ള ആ ഒരു വലിയൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രയോറിറ്റീസ് വേറെ പലതിനുമാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ ജോലി, നമ്മുടെ കുഞ്ഞുങ്ങൾ, പിന്നെ അല്ലെങ്കിൽ TV, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, ഇങ്ങനെ പോകുന്ന നമ്മുടെ പ്രയോറിറ്റീസ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവുമായിട്ട് ഒറ്റയ്ക്ക്, കർത്താവുമായിട്ടുള്ള ആ ഒരു ഫെലോഷിപ്പിലേക്ക് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ഒത്തിരി സമയം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സ്പെൻഡ് ചെയ്യുവാനായിട്ട്, കർത്താവുമായിട്ടൊരു കൂട്ടായ്മ ആചരിക്കുവാനായിട്ട്. അങ്ങനെയെങ്കിൽ കർത്താവ് നിങ്ങളുടെ അടുക്കിലേക്ക് വരുമെന്ന് ആ ഉള്ള വാഗ്ദത്തം അത് ഓർത്തുകൊണ്ട് നമുക്കതിനു വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന ആ വാഗ്ദത്തത്തെ ഓർത്ത് അങ്ങയോട് ഏറ്റവും അടുക്കുവാനായിട്ട്, ഈ ദിവസങ്ങളിൽ ഒത്തിരി സമയം അങ്ങയുമായിട്ട് സ്പെൻഡ് ചെയ്യുവാനായിട്ട്, അങ്ങയോട് ചേർന്നിരിക്കുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട് വലിയൊരു കൃപ അങ്ങ് തരുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നപ്പ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും എൻ്റെ യേശുവിന്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.